السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതിന് നാളെ ആഖിറത്തിൽ നമ്മുടെ എല്ലാവരുടെയും മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, അള്ളാഹുവിന്റെ റസൂലിന്റെ സീറ, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സീറ മനസ്സിലാക്കുന്നത്, ചരിത്രം മനസ്സിലാക്കുന്നത്, ദീനിലേക്ക് നമ്മുടെ ഹൃദയത്തെ വീണ്ടും അടുപ്പിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിച്ച് ജീവിതം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും നമുക്കേറെ ഉപകാരം ഉണ്ടാവും. ആ ഒരു നിയ്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അത് ഖബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തുടങ്ങുന്നതിന്റെ മുമ്പ്, അള്ളാഹുവിന്റെ റസൂല് ജനിക്കുന്നതിന്റെ മുമ്പ് മക്കത്തെ അവസ്ഥ എന്താണ്, മക്കയുടെയും ഖുറൈശികളുടെയും അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് അനിവാര്യമാണ്. ഏതൊരു രീതിയിലുള്ള മനുഷ്യരിലേക്കാണ് അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യത്തിലേക്കാണ് അള്ളാഹുവിന്റെ റസൂല് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും ആവശ്യകതയും ആ ഒരു കാലഘട്ടത്തിലേക്ക് അത് എത്രമാത്രം ആവശ്യമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്കാണ് വരുന്നത്. മക്കയിൽ അറബികളാണ്. അറബികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടികളാണ് അറബികൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കളാണ്. 2-ൽ കൂടുതൽ മക്കളുണ്ട്. ഈ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് 2 മക്കളുടെ ചരിത്രങ്ങളാണ്. ഒന്ന് ഇസ്ഹാഖ്, 2 ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജീവിച്ചത് ഫലസ്തീനിലാണ്. ഇറാഖിലും ഫലസ്തീനിലുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും ചെറിയ പ്രായത്തിൽ തന്നെ മക്കയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മക്കയിൽ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു, കാബയുടെ അടുത്ത്. അന്ന് കാബ മണ്ണിനടിയിലായിരുന്നു. നമുക്കറിയാം, കാബ, പരിശുദ്ധമായ കാബ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചതാണ്. ഏതൊരു സാഹചര്യത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. ആദം ഹവ്വ ദമ്പതിമാർ ഭൂമിയിലേക്ക് അയച്ച ആദം നബി അലൈഹിസ്സലാമിന് ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ച ഒരു ഭവനമാണ് പരിശുദ്ധമായ കാബ. കാബയുടെ നേരെ മുകളിൽ ബൈത്തുൽ മഅമൂർ,
മലക്കുകൾ തവാഫ് ചെയ്യുന്ന ഭവനമാണ്, ആകാശലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന ഭവനമാണ് ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴെ ഭൂമിയിൽ അള്ളാഹു കഅബ നിർമ്മിച്ചു. ആദം നബി അലൈഹിസ്സലാം അത് തവാഫ് ചെയ്തു. ആ തവാഫ് ചെയ്യുന്നതിനിടയിൽ ആകാശലോകത്ത് കണ്ട കാഴ്ച, മലക്കുകൾ തവാഫ് ചെയ്യുന്ന ആ കാഴ്ച ആദം നബി അലൈഹിസ്സലാമിനെ വല്ലാതെ വേദന ഉണ്ടാക്കി. കാരണം ആ ഓർമ്മ ഭൂമിയിൽ ഉണ്ടായപ്പോൾ ആകാശത്തിലുള്ള ഓർമ്മ ഇങ്ങനെ വേദന ഉണ്ടാക്കിയപ്പോൾ സ്വർഗത്തിലെ ഒരു കല്ല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു ആദം നബി അലൈഹിസ്സലാമിന്. അതാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു. ഈ ഉമ്മത്തിലെ പാപികളുടെ പാപഭാരങ്ങൾ വലിച്ചെടുത്തിട്ട് അത് കറുപ്പായതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, സർവ്വതും നശിപ്പിച്ച വെള്ളപ്പൊക്കമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ. അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നൂഹ് നബിയുടെ കൗമാണ്, മറ്റാരും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ആ സർവ്വരെയും കപ്പലിൽ കയറിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഏതാനും 80-ൽ പരം മുഅ്മിനീങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിൽ കഅബ പൂർണ്ണമായും നശിച്ചു, മണ്ണിലടിയിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൊണ്ട് മക്കയിലേക്ക് വന്നപ്പോ ആ കഅബ നിന്നിരുന്ന സ്ഥലം അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കാണിച്ചു കൊടുത്തു. ഇബ്രാഹിമ മകാനൽ ബൈത്തി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണ്. അങ്ങനെ ആ കഅബയുടെ അടുക്കൽ ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഭാര്യ ഹാജറിനെയും ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടന്നു. ആ സമയത്താണ് ഹാജർ ചോദിക്കുന്നത്, ഇബ്രാഹിം നമ്മളെ തനിച്ചാക്കി പോവാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല, നേരെ നടക്കുക. തിരിഞ്ഞു നോക്കിയാൽ മനസ്സ് പതറും. അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്നതിൽ നിന്നും അത് തടസ്സം നിൽക്കും. ആവർത്തിച്ച് പിറകിൽ നിന്നും ഹാജർ ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. അങ്ങനെ മിനയുടെ പാറക്കെട്ടുകൾ കഴിഞ്ഞ് ഒരു പാറക്കെട്ടിന്റെ പിറകിലേക്ക് മാറി നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, മനുഷ്യവാസമില്ലാത്ത, ജീവിക്കാൻ സാധ്യമില്ലാത്ത, വെള്ളമോ പച്ചപ്പോ ഇല്ലാത്ത വെറും പാറക്കെട്ടുകൾ അടങ്ങിയതാ ഈ താഴ്വരയിൽ എന്റെ കുടുംബത്തെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, മാലോകരുടെ ഹൃദയം നീ അവരിലേക്ക് ചായ്ക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആണ്. ഹാജർ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഇത് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ നീ ചെയ്യുന്നത്? ആ പെണ്ണിന്റെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കതിൽ വലിയ പാഠമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോ ഭാര്യ ഹാജർ ചോദിച്ചു. ഹാജർ നബിയല്ല, വഹി ഇറങ്ങുന്നൊരു പെണ്ണല്ല, സാധാരണ നമ്മളെ പോലെയുള്ള ഒരു പച്ച മനുഷ്യയാണ്. ഹാജർ ചോദിച്ചു, ഇബ്രാഹിമെ, അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ തലയാട്ടിക്കൊണ്ട് ആന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ഹാജറിന്റെ മറുപടി, ഇദൻ ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ ആ റബ്ബ് നമ്മളെ കൈവിടൂല. അതാണ് ഈമാൻ, യഖീൻ. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഹാജറും അവിടെ ജീവിതം ആരംഭിച്ചു മക്കയിൽ. പിന്നീട് അവിടേക്ക് ജുർഹും ഗോത്രം, അമാലിക്ക, അങ്ങനെയുള്ള ഗോത്രങ്ങൾ കടന്നു വരികയും അവിടെ മക്കയിൽ ജനവാസം ആരംഭിക്കുന്നു. അവരൊക്കെ മുഅ്മിനീങ്ങളായിട്ടാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് അനുസരിച്ച്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ നുബുവത്ത് അനുസരിച്ച് അവർ അവിടെ ജീവിക്കുകയായിരുന്നു, മുവഹിദീങ്ങളായിട്ട്, മുഅ്മിനീങ്ങളായിട്ട്. അങ്ങനെയാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് കഅബയുടെ ചുറ്റും. നമുക്കറിയാം, ചരിത്രം നമ്മൾ പഠിച്ചതാണ്. നമ്മൾ അധികം ആ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ ജീവിതം ആരംഭിക്കുന്നതിനിടയിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ബാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബ പുതുക്കി പണിതതും അതിങ്ങനെ ഉയർത്തി കെട്ടിയതും.
അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ ജീവിതം ആരംഭിച്ചു. അവിടെ ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇറാഖില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ താമസിച്ച മകൻ ഇസ്ഹാഖ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 10 മക്കള്. ആ മക്കൾക്ക് അവരാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുക. ആ മക്കളാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുക. പിന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നബിയായിട്ട് വന്നു. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറ്റ് സഹോദരന്മാര് പ്രവാചകന്മാരായിട്ട് ചരിത്രത്തിൽ ഇടം നേടി. അവരിലൂടെ ബനു ഇസ്രായേൽ എന്നൊരു വലിയ ശൃംഖല ഉണ്ടായി. ആ ബനു ഇസ്രായേലിലാണ് പിന്നെ പ്രവാചകന്മാരൊക്കെ വന്നത്. എല്ലാ പ്രവാചകന്മാരും പിന്നീട് ബനു ഇസ്രായേലാണ് വന്നത്. ഇവിടെ ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവിടെ അങ്ങോട്ട് പ്രവാചകന്മാരൊന്നുമില്ല. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ 40ാമത്തെ പാരമ്പര്യത്തിലെ പ്രവാചകനായിട്ട് മക്കയിലേക്ക് വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് റസൂലായി വരുന്നത്, അതിന്റെ സാഹചര്യം വിശദീകരിക്കുന്നു ഇൻഷാ അല്ലാഹ് ചരിത്രം തുടങ്ങുന്നതിന്റെ മുമ്പ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റസൂല് ഇപ്പൊ മക്കയിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ഇത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ വിശദീകരിക്കാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലാണ് മക്കക്കാര് ജീവിച്ചിരുന്നത്. അറബികൾ, അവർക്ക് വേറെ മതങ്ങളോ വേറെ രീതികളോ അതൊന്നും പരിചയമില്ല. അങ്ങനെ ജീവിക്കുന്നിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 300 അല്ലെങ്കിൽ 400 വർഷങ്ങൾക്ക് മുമ്പ് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന ആള് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. മക്കക്കാരനാണ് അദ്ദേഹം. ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. അവിടെ ഷാമിൽ അവിടുത്തെ ആൾക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അദ്ദേഹം കണ്ടു. വിഗ്രഹങ്ങളെ വെച്ച് അതിന്റെ മുമ്പിൽ പൂജാകർമ്മങ്ങൾ ചെയ്ത് അതിന്റെ മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം കണ്ടു. അംർ ബിൻ ലുഹൈ അൽ ഖുസായിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അംർ അവിടുന്ന് ഒരു വിഗ്രഹം എടുത്തിട്ട് വന്നു മക്കയിലേക്ക്. എന്നിട്ട് ഇത് കാബയുടെ അങ്കണത്തിൽ വെച്ചു. അങ്ങനെയാണ് ആദ്യമായി കാബയിലേക്ക് വിഗ്രഹാരാധന കടന്നു വരുന്നത്. അതിനു മുമ്പ് വിഗ്രഹാരാധന അറബികൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ബിൻ ലുഹൈ അൽ ഖുസാഇയെ ഞാൻ നരകത്തിൽ കണ്ടു. യസുബ്ബു ഖുസ്ബഹു ഫിന്നാർ യജുറു ഖുസ്ബഹു ഫിന്നാർ. അവന്റെ കുടൽമാല നരകത്തിലിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നതിന് ഞാൻ അവനെ കണ്ടു. അവനെന്താ ചെയ്തത്? ഹുവ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ ആദ്യമായി വികലമാക്കിയത് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇയാണ്. അപ്പൊ എന്ത് കിട്ടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 300 അല്ലെങ്കിൽ 400 വർഷങ്ങൾക്ക് മുമ്പ് വരെ മക്കയിൽ അറബികൾ മുവഹിദീങ്ങളായി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന മുവഹിദീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. ആ റസൂല് ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവർ മുവഹിദീങ്ങളായിരുന്നു. ആ 400 വർഷം മുമ്പാണ് അവരിലേക്ക് എന്ത് വന്നത്? വിഗ്രഹാരാധന കടന്നു വന്നത്. ആ വിഗ്രഹാരാധന കടന്നു വന്ന് പിന്നീട് അവരിൽ എന്തായി? മഹത്തുക്കളുടെ രൂപങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചു. കുറെ അവരിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കൾ ആരൊക്കെയാണത്? ലാത്ത, മനാത്ത, ഉസ്സ, ഇതൊക്കെ മഹാന്മാരായിരുന്നു. മഹാന്മാരോ
അല്ലെങ്കിൽ മഹാന്മാർ ഇരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മഹാന്മാർ ഇബാദത്തുകൾ ചെയ്യാനിരുന്ന മരം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് അവർ പിന്നീട് വിഗ്രഹങ്ങളാക്കി വെച്ചത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കാം, അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ ഉണ്ടായിരുന്ന ആ മഹത്തുക്കളുടെ രൂപങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത് മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെയാണ്. സ്വാലിഹീങ്ങളായ പുണ്യാളന്മാരുടെ രൂപത്തിലൂടെയാണ് ശിർക്ക് കടന്നു വരുന്നത്. ആ പുണ്യാത്മാക്കള്, ആ മഹത്തുക്കള് പിന്നീട് അതേപോലെ അറബികളിലേക്കും വന്നു. വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ, ഈ 5 സാലിഹീങ്ങളായ രൂപങ്ങൾ, മഹത്തുക്കളുടെ രൂപങ്ങൾ പിന്നീട് അറബികളിലേക്കും വന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓരോ ഗോത്രങ്ങളുടെ പേരും എടുത്തു പറഞ്ഞത് ഇന്നിന്ന ഗോത്രങ്ങൾക്ക് ഇന്നിന്ന വിഗ്രഹങ്ങൾ. അങ്ങനെ അറബികൾ വിഗ്രഹാരാധനയിലേക്ക് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മരണശേഷം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മരണശേഷം അവരുടെ രൂപങ്ങളും അവരുടെ ചിത്രങ്ങളും അവർ ഉണ്ടാക്കി. കാബയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചിത്രം ഉണ്ടായിരുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, രൂപങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അറബികൾ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്. അവർക്ക് അള്ളാഹുവിനെ നല്ല പരിചയമുണ്ടായിരുന്നു, നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ ചരിത്രം ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിൽ ഈ ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് മക്കയുടെയും ഖുറൈശികളുടെയും അവസ്ഥ എന്തായിരുന്നു എന്നുള്ള ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ നാം മനസ്സിലാക്കണം. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ ഭൂമി ലോകത്ത് റസൂലായി നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ചരിത്രം വെറുതെ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുവിടാനുള്ളതല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വം, നമ്മുടെ ദീൻ, അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രത്തിലൂടെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആ രീതിയിലാണ് ചരിത്രത്തെ കൊണ്ടുപോവുക. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് മക്കക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, റസൂൽ ജനിക്കുന്നതിന് 400-300 വർഷങ്ങൾക്ക് മുമ്പ് വരെ മക്കക്കാര്, ഖുറൈശികള് വഹീദീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു. അപ്പൊ അംർ ബിൻ ലുഹൈ അൽ ഖുസായിലൂടെയാണ് മക്കയിലേക്ക്, ഖുറൈശികളിലേക്ക് വിഗ്രഹാരാധന കടന്നു വരുന്നത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്തൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ശരിക്കും മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ മക്കക്കാർക്ക്, ഖുറൈശികൾക്ക് അള്ളാഹുവിന് നല്ല പരിചയമുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരോ അല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയാത്തവരോ ആയിരുന്നില്ല മക്കത്തെ മുശ്രിക്കീങ്ങൾ. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയും. നമുക്ക് ആ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഹിന്ദുക്കളെ പോലെ ആയിരുന്നില്ല മക്കത്തെ മുശ്രിക്കീങ്ങൾ. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ആ വിഷയത്തിൽ, ചരിത്രം വളച്ചൊടിക്കപ്പെട്ടു ആ വിഷയത്തിൽ. നമ്മുടെ നാട്ടിൽ ഇന്നീ കാണുന്ന മറ്റു മതസ്ഥരെ പോലെ ആയിരുന്നില്ല മക്കത്തെ മുശ്രിക്കീങ്ങൾ. അങ്ങനത്തെ ഒരു വിഭാഗത്തിലേക്ക് ആയിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അള്ളാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ്, മക്കത്തെ ആൾക്കാരില്, മക്കത്തെ ഖുറൈശികൾ, അവർക്ക് അള്ളാഹുവിനെ നല്ല രീതിയിൽ അറിയാമായിരുന്നു. അവർ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നു. അള്ളാഹുവിനെ റബ്ബായിട്ട് അവർ അംഗീകരിച്ചിരുന്നു. ഖുർആന്റെ ആയാത്തുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്കത് വളരെ ബോധ്യപ്പെടും. അള്ളാഹുവിനെ അവർ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു. എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുമ്പ് മക്കത്തെ ഖുറൈശികളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ്, അവരുടെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അഥവാ റസൂൽ ജനിക്കുന്നതിന്റെ, അല്ലെങ്കിൽ റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന്റെയോ മുമ്പ്
മക്കത്തെ ഖുറൈശികൾ അവർ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവരായിരുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥാണ്. അറബിയിൽ റബ്ബ് നമ്മൾ പറയണം, എൻ്റെ റബ്ബ്. ആ റബ്ബ് എന്ന പദത്തിന് മലയാളത്തിലെ മൂന്നർത്ഥങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് റബ്ബ് എന്ന പദം അറബിയിൽ പൂർത്തിയാകുന്നത്. ഒന്ന്, ഖാലിഖ്, സൃഷ്ടിച്ചവൻ. രണ്ട്, മാലിക്, ആ സൃഷ്ടിച്ച വസ്തുക്കളെ ഉടമപ്പെടുത്തുന്നവൻ. മൂന്ന്, മുദബ്ബിർ, ആ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തിയ വസ്തുക്കളെ നിയന്ത്രിക്കുന്നവൻ. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയ ഒരാളാണ് റബ്ബ്. മക്കത്തെ മുശ്രിക്കീങ്ങള് അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു. അഥവാ മക്കത്തെ മുശ്രിക്കുകൾ പറയും, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. നമ്മളെല്ലാവരെയും ആകാശഭൂമികളെയും സകലതിനെയും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, നമ്മളെയും ആകാശഭൂമിയെയും അതിലുള്ള സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു. അവർ ആ അടിസ്ഥാനത്തിൽ ജീവിച്ചവരായിരുന്നു. ആ ഒരു ചരിത്ര വസ്തുത നാം മനസ്സിലാക്കണം. എന്നാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഏത് രീതിയിലായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ചില ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിക്കാം. അധികം അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. നമ്മൾ ചരിത്ര ക്ലാസ്സാണല്ലോ, അപ്പം ചരിത്രത്തിലൂടെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം ആനക്കലഹത്തിന്റെ പിറ്റേ വർഷം. ആനക്കലഹം എന്ന് പറഞ്ഞാൽ യമനിലെ രാജാവ് അബ്രഹത്ത് ഒരു വലിയ സൈന്യവുമായി കഅബ തകർക്കാൻ വന്നു. ആ സംഭവം നമുക്കറിയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീലിലൂടെ അല്ലാഹു അത് വിശദീകരിക്കുന്നതാണ്. അബ്രഹത്ത് കഅബ തകർക്കാൻ വരാനുള്ള കാരണം, യമനിൽ അബ്രഹത്ത് ഒരു മന്ദിരം പണിതു. എന്നിട്ട് മാലോകരെ അവിടേക്ക് ക്ഷണിച്ചു. യമനിലേക്ക് അദ്ദേഹം പണിത ആ അമ്പലത്തിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചു. പക്ഷെ ആരും ചെവി കൊണ്ടില്ല, ആരും പോയില്ല. എല്ലാവരും പിന്നെയും കാബയിലേക്കാണ് വരുന്നത്. അപ്പൊ അത് തടഞ്ഞ് ഈ കാബയിലേക്ക് വരുന്ന ആൾക്കാരെ യമനിൽ അദ്ദേഹം പണി കഴിപ്പിച്ച മന്ദിരത്തിലേക്ക് തിരിച്ചുവിടാൻ അദ്ദേഹം കാബ പൊളിക്കാൻ തയ്യാറായി തീരുമാനിച്ച് വലിയ ആനകൾ അടങ്ങുന്ന വലിയൊരു സൈന്യവുമായിട്ട് അദ്ദേഹം വന്നു. അങ്ങനെ മക്കയുടെ പ്രാന്തപ്രദേശത്ത് എത്തി അവിടെ തമ്പടിച്ചു. ആ തമ്പടിച്ച സ്ഥലത്ത് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബിന്റെ 100 ഒട്ടകങ്ങൾ അദ്ദേഹം കൊള്ളയടിച്ചു. അബ്ദുൽ മുത്തലിബ് അന്ന് കാബയുടെ നേതാവാണ്, മക്കയുടെ നേതാവാണ്. കാബക്ക് അദ്ദേഹത്തിന്റെ കീഴിലാണ്. വലിയ തറവാട്ടുകാരനാണ്, ആരാലും അനുസരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. അബ്ദുൽ മുത്തലിബിന്റെ 100 ഒട്ടകങ്ങൾ അദ്ദേഹം കൊള്ളടിച്ചു അബ്രഹത്ത്. ഈ അബ്രഹത്തിന്റെ സൈന്യം വരുന്നെന്ന് കേട്ടപ്പോ അബ്ദുൽ മുത്തലിബ് ഖുറൈശികളോട് പറഞ്ഞു, എല്ലാവരും അവരുടെ വീടുകളിൽ അഭയം തേടുക. കാരണം വലിയൊരു സൈന്യവുമായിട്ട് അബ്രഹത്ത് വരുന്നുണ്ട് കാബ തകർക്കാൻ. എല്ലാവരും അവരുടെ വീടുകളിൽ അഭയം തേടുക. അബ്ദുൽ മുത്തലിബിന്റെ 100 ഒട്ടകത്തെ കൊള്ളയടിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണാൻ ചെന്നു. അബ്രഹത്തിന്റെ മുമ്പിൽ നിന്നു. കാരണം മക്കയുടെ നേതാവാണ് വന്ന് നിൽക്കുന്നത്. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞു, താങ്കൾ എൻ്റെ 100 ഒട്ടകത്തെ കൊള്ളയടിച്ചു, അതെനിക്ക് തിരിച്ചു വേണം. ഇത് കേട്ട അബ്രഹത്ത് വളരെ പരിഹാസത്തോടെ തിരിച്ചു ചോദിച്ചു, കാബയുടെ നേതാവായിട്ടാണ് ഞാൻ താങ്കളെ അറിഞ്ഞത്, കേട്ടത്. മക്കയിലെ നേതാവായിട്ടാണ് താങ്കളെ കേട്ടത്. ആ മക്കയിലെ കാബ എന്ന പവിത്രമായ ഭവനം പൊളിക്കാൻ വന്ന എന്നോട് താങ്കൾ താങ്കളുടെ ഒട്ടകത്തിനാണ് ആവശ്യപ്പെടുന്നത്. പരിഹസിച്ചു. അപ്പൊ അബ്ദുൽ മുത്തലിബ്, ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്, മറുപടി, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 1 വർഷം മുമ്പ്, വഅന റബ്ബുൽ ഇബ്ലി, ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. വഇന്ന ലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, കഅബക്ക് അതിന്റെ റബ്ബുണ്ട്, ആ റബ്ബ് കഅബയെ സംരക്ഷിച്ചോളും.
ആരുടെ റബ്ബ്? അള്ളാഹ്. അവ എന്ത് കിട്ടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചവരായിരുന്നു മക്കത്തെ മുശ്രിക്കീങ്ങൾ. രണ്ടാമത്തെ ഒരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം എപ്പോഴാ? അതാണ് റസൂൽ 25-ാമത്തെ വയസ്സിൽ, നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിൽ. പക്ഷെ നമുക്കത് ആ ചരിത്രം അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സെന്ന് പറയപ്പെടുന്നു. നമുക്ക് ആ ചരിത്രം സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും വിശദീകരിക്കാം ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ. അപ്പൊ ആ വിവാഹത്തില് അബ്ദുൽ മുത്തലിബാണ്, അബ്ദുൽ മുത്തലിബ് അല്ല, അബൂ താലിബാണ് നിക്കാഹിന്റെ ഖുതുബ നിർവഹിച്ചത്. റസൂലിന്റെ ഇളയപ്പ, മൂത്താപ്പ അബൂ താലിബ് ആ നിക്കാഹിന്റെ ഖുതുബയിൽ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹിം. ആ ഖുതുബ ആരംഭിച്ചത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹുവാണ്, ജഅലനാ മിൻ ദുർരിയ്യതി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വമിൻ സർഇ ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വജഅല ലനാ ബലദൻ ഹറാമ, നമുക്ക് ഈ പരിശുദ്ധമായ നാട് നമ്മുടെ നാടാക്കി തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പേ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിനെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു എന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹി ഇറങ്ങി. 40-ാമത്തെ വയസ്സിൽ ആദ്യത്തെ വഹി അവതരിപ്പിച്ചു. ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹിന്റെ റസൂല് കണ്ടു. പേടിച്ച് വറച്ച് പനി പിടിച്ചു. പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യാം, ആ ചരിത്ര സംഭവം അടുത്തും വിശദീകരിക്കാം. പേടിച്ച് വറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓടി വന്നു ഭാര്യയിലേക്ക്. ഭാര്യ സമാധാനിപ്പിച്ചു, മടിയിൽ കിടത്തി പുതപ്പിച്ചിട്ട് മൂടി, മടിയിൽ കിടത്തി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമാധാനിപ്പിക്കുന്നതിനിടയിൽ ചില വാക്കുകൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു. റസൂൽ ആദ്യത്തെ വഹിയാണ്. എന്താ പറഞ്ഞത്? താങ്കളെ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹുവാണ് സത്യം, താങ്കളെ അല്ലാഹു ഒരിക്കലും കൈയൊഴിയുകയില്ല. താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൈയൊഴിയുകയില്ല. ഈ ചരിത്ര സംഭവത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പേ അള്ളാഹുവിനെ അറിയാമായിരുന്നു, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചിരുന്നു. അങ്ങനെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ സാക്ഷിയാണ്. എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് മക്കത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരായിരുന്നു, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചവരായിരുന്നു. അങ്ങനെ അള്ളാഹുവിൽ പരിചയമുള്ള, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ അറിയാവുന്ന ഒരു സമൂഹത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായിട്ട് കടന്നു വരുന്നത്, റസൂലായിട്ട് കടന്നു വരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെയോ നമ്മുടെ നാട്ടിലെ മറ്റുള്ള മതസ്ഥരെ പോലെയുള്ള ഒരു സമൂഹം, ഒന്നും അറിയാത്ത, അള്ളാഹിനെ പരിചയമില്ലാത്ത അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്നിട്ട് പുതിയൊരു ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ആ ഒരു രീതിയിൽ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. അത് ചരിത്രം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതും വളരുന്നതും, അവിടെ നിന്ന് നുബുവത്ത് കിട്ടി റസൂലായി
പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്നതും ഏതൊരു സമൂഹത്തിലേക്കാണ്? അള്ളാഹുവിനെ അറിയാവുന്ന, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ശരീഅത്തിനെയും അതിന്റെ ശേഷിപ്പുകളും ഉള്ള ഒരു സമൂഹത്തിലേക്കാണ്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് മക്കത്ത് മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചില തിരുത്തലോടുകൂടി അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. ഒരു ചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ ഖുറൈശികളൊക്കെ ഹജ്ജിന് ഒരുമിച്ചുകൂടി. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഹജ്ജ് ചെയ്യുന്നതിനിടയിൽ, തവാഫ് ചെയ്യുന്നതിനിടയിൽ അവർ തൽബിയത്ത് പറയും. നിങ്ങൾ പറയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൽബിയത്ത്. അപ്പൊ തവാഫ് ചെയ്യുന്നതിനിടയിൽ അവർ തൽബിയത്ത് പറയും. എന്താ പറയാ അവർ? ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക്, ഇത്ര പറയും. അപ്പൊ റസൂൽ അവരോട് പറയും, മതി മതി, നിർത്ത്, നിങ്ങൾ ബാക്കി പറയണ്ട. ജാഹിലിയത്തിൽ അവർ അതിന് കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുത്തു. എന്താ പറഞ്ഞേ? ഇതുവരെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിയത് നമ്മൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. അതിനുശേഷം അവർ പറയും, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ. ഹുവ ലക, ആ പങ്കുകാരൻ നിന്റെതാണ്. തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെയും ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്നുണ്ടോ അതിനെയും അള്ളാഹുവെ നീ ഉടമപ്പെടുത്തുന്നു. അഥവാ അള്ളാഹുവെ, നിന്റെ കീഴിൽ നീ നിശ്ചയിച്ചൊരു പങ്കുകാരൻ നിനക്കുണ്ട്. ശിർക്കാണത്. ഈ വാക്ക് അവർ പറയുമായിരുന്നു. എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിൽ ചില ശേഷിപ്പുകൾ അവരുടെ ചര്യകളിൽ ബാക്കിയായിരുന്നു. അത് പ്രിയമുള്ളവരെ, ഈ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു ഖുലാസ, രത്ന ചുരുക്കം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തായിട്ട് വരുന്ന ആ ഒരു സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു രേഖ, ഒരു രൂപമാണ് നിങ്ങൾക്ക് മുന്നിലാണ് വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ആ ദീനിന്റെ വാഹകരായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടല് എന്നാൽ ആഖിറത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഉപകാരപ്പെടുന്ന, നമ്മുടെ മീസാനിൽ കനന്തൂകുന്ന വലിയൊരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.